ഇതിനകത്ത് മൊത്തം പൊടിയാ വീഴുന്നത്. നിങ്ങൾ ഇതാണോ കഴിക്കുന്നത്? എന്നും കഴിക്കുന്ന ഇങ്ങനത്തെ കറികളാ? കണ്ടോ, അവർ കഴിക്കുന്നതാണേ. ചോറ് മാത്രമുണ്ട്, എന്നിട്ട് പൊടി വീണ, മണ്ണ് വീണ ഇതാ കഴിക്കുന്നവര്. കണ്ടോ, ഇവരുടെ വീട് കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഇവിടെ ആണ് ഇവർ. പിന്നെ പിണറായിയുടെ കാര്യത്തിൽ ഒരു വിഭാഗം സഹാക്കളെങ്കിലും അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വി ഡി സതീഷിനെ എതിർത്ത് സംസാരിക്കാൻ ആരുമില്ല. കാരണം അവർക്കെല്ലാവർക്കും ഭയമാണ്. വി ഡി സതീഷിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയവർ അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിക്കാൻ കോൺഗ്രസ് പാർട്ടിയിലോ കോൺഗ്രസിന്റെ MLA-മാരായിട്ട് ജയിച്ചു വന്നവർക്ക് തൻ്റെ ഇടമില്ല, അല്ലെങ്കിൽ നട്ടലിന് ആംബിയറില്ല. അതാണ് ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വി ഡി സതീശൻ സർക്കാരിന്റെ പ്രഥമ ബഡ്ജറ്റ് ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. ഈ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ജനപ്രിയപരമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റൊന്നല്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത്രത്തോളം മോശമാണ്. ആ ഒരു പരിമിതമായിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതികളുടെ ഒരു രൂപരേഖ അതാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ കുറെ അധികം വിവാദങ്ങളും ഉയരുന്നുണ്ട്. മറ്റൊന്നുമല്ല, അന്തരിച്ച കലാകാരൻ സലീം കുമാറിന് 1 കോടി രൂപ മുടക്കി ഒരു സ്മാരകം നിർമ്മിക്കേണ്ട സർക്കാർ ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രതിമാ നിർമ്മാണം അല്ലെങ്കിൽ ഈ ഒരു സ്മാരക നിർമ്മാണമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്രത്തോളം മോശമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രതിമാ നിർമ്മാണം അല്ലെങ്കിൽ ഈ ഒരു സ്മാരക നിർമ്മാണം അനാവശ്യമാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ ആരോപിക്കുന്നത്. മറ്റൊരു വിഭാഗം ആളുകൾ ആരോപിക്കുന്നത് സലീം കുമാറിനെ ഓർത്തിരിക്കാണ്ട് ഒരു സ്മാരകത്തിന്റെ ഒരു പ്രതിമയുടെ ആവശ്യമില്ല. അദ്ദേഹം സമ്മാനിച്ച കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം എല്ലാ കാലവും നമുക്കിടയിൽ നിലനിൽക്കുമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഈ സ്മാരക നിർമ്മാണം എന്നതിന് പകരം ഒരു ഹോസ്പിറ്റൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു സ്കൂൾ കെട്ടിടമോ റിനോവേറ്റ് ചെയ്ത് അതിന് അദ്ദേഹത്തിന്റെ പേര് സമ്മാനിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. അത് കണക്ക് തന്നെ കാലാകാലങ്ങളോളം അത് നിലനിൽക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ ധാരാളം സ്മാരകങ്ങളും പ്രതിമകളും നിർമ്മിച്ചിട്ടുണ്ട് കേരളത്തിൽ. അവയെല്ലാം തന്നെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് ഇല്ലാതെ കാട് പിടിച്ച് കിടക്കുകയാണ്. കാക്കയ്ക്കും പക്ഷിക്കും തൂരാണ്ട് ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു സ്മാരകം, അത് മാത്രമായിട്ട് അവയെല്ലാം തന്നെ നിലനിൽക്കുകയാണ്. അതും പോരാണ്ട് ഇപ്പോൾ MDMA പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇടയ്ക്ക് വന്നൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്മാർ ഈ സ്മാരകങ്ങളുടെ ചുവട് ഉപയോഗിക്കുന്നു. ഇത് മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ഏകതാ പ്രതിമ പോലെ ഒരു പ്രതിമ നിർമ്മിക്കുകയാണെങ്കിൽ, അതായത് പട്ടേൽ പ്രതിമ, കാക്ക തൂറാൻ വേണ്ടിയിട്ട് ഒരു പ്രതിമ നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മലയാളി പരിഹസിച്ച ആ ഒരു പ്രതിമയിലൂടെ ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് നേടുന്നത്. അത്തരത്തിലുള്ള ഒരു സ്മാരക നിർമ്മാണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഈ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും. എന്തായാലും അത്തരത്തിലുള്ള വലിയ പ്രോജക്റ്റ് ഒന്നും ഈ ഒരു 1 കോടി രൂപ കൊണ്ട് നടപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും സ്കൂൾ കെട്ടിടമോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സമുച്ചയമോ ഒന്ന് റിനോവേറ്റ് ചെയ്തെടുത്തിട്ട് അദ്ദേഹത്തിന്റെ പേര് നൽകുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് കാലാകാലങ്ങളായിട്ട് ഉപകാരപ്പെടും. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ ഒരു ഏകതാ പ്രതിമയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ പലരും വന്ന് നെഗറ്റീവ് കമന്റ് ഇടും. അങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടാൻ വരുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഞാൻ ഏകതാ പ്രതിമയിൽ നിന്ന് ഗുജറാത്ത് ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ കണക്ക് ഒന്ന് പറയാം. ആദ്യ വർഷം 2018-19 ഏകദേശം 29 ലക്ഷം സന്ദർശകർ, 82 കോടി ടിക്കറ്റ് വരുമാനം. നവംബർ 2018 മുതൽ ഫെബ്രുവരി 2020 വരെ 116.31 കോടി ടിക്കറ്റ് ആൻഡ് പാർക്കിംഗ് വരുമാനം. 2019 ഏകദേശം 71.6 കോടി, 26 ലക്ഷം സന്ദർശകർ. 2025 ഏകദേശം 750-800 കോടി രൂപയോളം, ഏകദേശം 25.27% നിർമ്മാണ ചെലവ് തിരിച്ചു പിടിച്ചു. അങ്ങനെ ഒരു പദ്ധതിയൊക്കെയാണ് നിങ്ങൾ വിഭാവനം ചെയ്തതെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് ഒരു മൂലധനമായിട്ട് ഇതിനെ ഉപയോഗിക്കാം. അത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവില്ല. കാരണം അത്രത്തോളം ചിന്തിക്കാനുള്ള മികവ് ഈ സാക്ഷര മലയാളിയെ നയിക്കുന്ന ഗവൺമെന്റിന് ഇല്ലാതെ പോയി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സംസ്ഥാനം ഇന്ന് കടമെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലോ മറ്റു കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പണിയണ്ട. അതിന് പകരം ഞാൻ ഇവിടെ ഒരു വിഷ്വൽ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം. മക്കളെ, നിങ്ങൾ ഇതാണോ കഴിക്കുന്നേ? ഇന്നലത്തെ കറിയാ കണ്ടോ, അത് അത്രയും ആകെ നാശമായിട്ടിരിക്കും. അതേ തന്നെ ഈ വീട്ടിന് അടച്ചുറപ്പില്ലാത്ത വീടായതുകൊണ്ട് കണ്ടോ, ഇതിനകത്ത് മൊത്തം പൊടിയാ വീഴുന്നത്. നിങ്ങൾ ഇതാണോ കഴിക്കുന്നത്? എന്നും കഴിക്കുന്ന ഇങ്ങനത്തെ കറികളാ? കണ്ടോ, അവർ കഴിക്കുന്നതാണേ. ചോറ് മാത്രമുണ്ട്,
എന്നിട്ട് പൊടി വീണ മണ്ണ് വീണ ഇതാ കഴിക്കുന്നവർ. കണ്ടോ, ഇവരുടെ വീട് കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഇവിടെയാണ് ഇവർ ആഹാരം വെക്കുന്നത്. ഇവരുടെ വീട് കിടക്കുന്ന സ്ഥലമാണ്. ഒരു വെട്ടമൊക്കെ കുറവുണ്ടാണ്. ഇതിനടി കണ്ടോ, ഈ ഭാഗം കണ്ടോ, ഒരു അടുക്കളയാണ്. ഇത് കണ്ടോ, അട്ട വരെ കയറി പോവോ. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഈ 3 പെൺകുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഒരാൾ സ്കൂളിൽ ആവശ്യത്തിന് വേണ്ടി പോയേക്കുവാണ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന്. ഇവർക്ക് ഒരു വീടില്ല. ആ വീട്ടിലെ അടുക്കളയിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, ചോർന്നൊലിച്ച് ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കുവാണ്. ഓരോ മഴയത്തും ഇവിടെ മൊത്തം വെള്ളമാണ്. അത്രയ്ക്കൊരവസ്ഥയാണ്. മോളെത്രല്ല പഠിക്കുന്നേ? 5ല്. മോളോ? മറ്റേ മോളോ? +1. ഒരു വാതിൽ പോലും ഇല്ല. അതേ കണക്ക് തന്നെ ഇവിടെ ഷീറ്റ് പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾ എവിടെ കിടക്കുന്നേ? എല്ലാവരും ഒരു റൂമിലാണ് കിടക്കുന്നത്. അച്ഛനും അമ്മയും നിങ്ങളും എല്ലാം ഒരു റൂമിലാണ് കിടക്കുന്നില്ലേ? ഇവർക്ക് ചോരാത്ത ഒരു റൂമേ ഉള്ളൂ. മാക്സിമം ഇവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവരുടെ അക്കൗണ്ട് നമ്പരും QR-ഉം ഗൂഗിൾ പേ നമ്പരും എല്ലാം ഇട്ടിട്ടുണ്ട്. മാക്സിമം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം ഇവർക്ക് ഷീറ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഈ വീടിന് അടുക്കള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ചോറ് നൊലിക്കാതെ കിടക്കും. അച്ഛൻ എന്തോ ജോലി? എന്തോ തെങ്ങ് കയറാൻ പോവാണ്. നിങ്ങൾക്ക് എന്തോ ആഗ്രഹം? എന്തോ ഈ ചോരാത്തൊരു വീട് വേണമെന്നാണോ? അങ്ങനെയാണോ ആഗ്രഹം? കൊച്ചുങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണ്. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സ്റ്റോറി ചെയ്യണം. പറ്റുന്നത് 1 രൂപയായാലും കുഴപ്പമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളൊന്ന് സഹായിക്കണം. ഇത് അവസ്ഥ നോക്കിക്കോണേ. കണ്ടോ, ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്ന, ഈ കുഞ്ഞുങ്ങളല്ല, മൊത്തം 3 പെൺകുട്ടികളുണ്ട്. ഇവിടെ കറണ്ടില്ല, ഇവിടെ വെട്ടമില്ല. നിങ്ങൾ തന്നെ നോക്കും. ഇവിടെ ഈ റൂമിൽ ലൈറ്റ് ഇല്ലേ മോളെ? ഇല്ല. കണ്ടോ, ഈ ഒരു അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ അവസ്ഥ ഉള്ള ഒരുപാട് പേര് കാണുമായിരിക്കും. ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടന്ന് വന്ന ഒരുപാട് പേര് കാണുമായിരിക്കും. ഈ വീഡിയോ കാണുന്ന അവർക്ക് അവരുടെ പഴയ കാലഘട്ടം ഓർമ്മ വരും. നമ്മളൊക്കെ മഴയത്ത് കുട ചൂടാറുണ്ട്. അത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ്. ഈ കുട്ടികൾ മഴയത്ത് കുട ചൂടുന്നത് അവരുടെ വീടിനകത്താണ്. കാരണം വീട് ചോർന്നൊലിക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകളുള്ള ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. KM മാണിയുടെ പ്രതിമ നിർമ്മിക്കാണ്ട് 1 കോടി രൂപ, അതേകണക്ക് തന്നെ പലരുടെയും പ്രതിമ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പ്രതിമകളൊന്നും തന്നെ നിർമ്മിക്കുന്നുമില്ല. ഈ പ്രതിമകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച ആ പണം കൂട്ടിവെച്ചുകൊണ്ട് ഇതേ കണക്ക് തന്നെ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് തിരക്കി കഴിഞ്ഞാൽ ധാരാളം കുടുംബങ്ങളെ ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ കണ്ടെത്തുന്ന ഓരോ കുടുംബത്തിനും ഓരോ വീട് വെച്ചിട്ട് ആ വീടിൻ്റെ മുന്നിൽ നിങ്ങളൊരു പില്ലറിനകത്ത് വാർത്തു വെക്കുക. നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന പോലെയുള്ള പദ്ധതികളുടെ പേര് ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ വന്നായിരുന്നു. അതേ കണക്ക് തന്നെ ആ പദ്ധതിയുടെ പേര്, അതായത് ഇപ്പോൾ സലീംകുമാർ മെമ്മോറിയലായിട്ടാണ് ഈ വീട് പണിയുന്നതെങ്കിൽ ആ വീടിൻ്റെ മുന്നിലേക്ക് സലീംകുമാറിൻ്റെ പേര് എഴുതി ഒട്ടിച്ചു കഴിഞ്ഞാൽ അവരാരും ഒന്നും പറയത്തില്ല. ആ വീട്ടുകാരെന്നും അദ്ദേഹത്തിനെ സ്മരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ കിട്ടിയ വീട്, ആ വീടിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഈ പറയുന്ന സലീംകുമാറിൻ്റെ ആത്മാവിന് സന്തോഷം കിട്ടും. അതേ തന്നെ ഒരു കുടുംബത്തിന് ഒന്നല്ല 1-ലധികം കുടുംബങ്ങൾക്ക്, അതുമല്ല ഒരു 15-ൽ കൂടുതൽ കുടുംബങ്ങൾക്കുള്ള ഒരു താമസ സൗകര്യം ഒരുക്കാണ്ട് നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു ടൗൺഷിപ്പ് പോലെയോ മറ്റോ ഈ 1 കോടി രൂപ തന്നെ ധാരാളം. ഒരു 5-8 വീട്ടുകാർക്ക് ഒരു സ്ഥലം മേടിച്ച് അവിടെ വീട് വെച്ച് കൊടുത്ത് അതൊരു ചെറിയ ടൗൺഷിപ്പായിട്ട് മാറ്റാം. അതിന് സലീംകുമാറിന് പേര് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ KM മാണിയുടെ പേര് വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് എല്ലാ കാലം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഏകതാ പ്രതിമ പോലെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ചിന്തിക്കുക. കാരണം ആ ഒരു പ്രതിമ കൊണ്ട് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തിനുണ്ടാകുന്നത് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ്. അല്ലാതെ ഒരു ഉപകാരവുമില്ലാതെ ഒരു ചെറിയ പ്രതിമ നിർമ്മിച്ച് അത് എവിടെയെങ്കിലും കൊണ്ട് വെക്കുന്നു. ആ സ്ഥലത്തിനുള്ള പണം, ഈ പ്രതിമയുടെ നിർമ്മാണ ചെലവ്, ഇതെല്ലാം കൂടിയായിട്ട് ഇത് കൊണ്ടുവെക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇത് കാടി കയറി പോകുന്നു. അങ്ങനെ ഒരു പൊട്ടൻ പദ്ധതി അവതരിപ്പിക്കുന്നതിന് ഭേദം ഇതാണ് തന്നെ സ്കൂളുകൾ റിനോവേറ്റ് ചെയ്യാം, ഹോസ്പിറ്റലുകൾ റിനോവേറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഇത്തരത്തിൽ തീർത്തും ദുരിതത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് കയറി കിടക്കേണ്ട നല്ലൊരു കിടപ്പാടം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ സംസ്ഥാനത്താണ് ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യം ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളത്തിനെ പ്രഖ്യാപിച്ചിട്ട് 2025 കഴിഞ്ഞിട്ട് ഏകദേശം മാസങ്ങളായുള്ളൂ. 2025 നവംബറിലായിരുന്നു ആ പ്രഖ്യാപനം വന്നത്. അത് കഴിഞ്ഞിട്ട് എന്നാ നാളായി ഇവിടെ. ഈ ഒരു വീഡിയോ ആ ഇൻസ്റ്റാഗ്രാം പേജ് വന്നിട്ട് ഏകദേശം 4-5 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതായത് 2025 കഴിഞ്ഞ് ഇത് 2026 ജൂണ്. ഏതാനും മാസങ്ങളുടെ ഡിഫറൻസിന് ഇപ്പുറമാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടെന്ന്. അങ്ങനെയുള്ളപ്പോൾ ആ കുടുംബങ്ങൾക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അവർക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കൂ. അന്നേരത്തേക്ക് ഈ സലീംകുമാറിൻ്റെ പേരോ KM മാണിയുടെ പേരോ ഒക്കെ ആ വീടിന് മുന്നിൽ കൊത്തി വെച്ചോളൂ, യാതൊരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതിന് താഴെ വന്നിച്ച് കുറേ അധികം അന്തങ്ങൾ വന്ന് കമൻ്റ് ഇടും.
കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഉള്ള സത്യം പറയാം, വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും വലിയ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയമുള്ള വ്യക്തി. അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ അണികളാണ് ഏറ്റവും അസഹിഷ്ണുതയുള്ള ആളുകൾ. മറ്റൊന്നുമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് കാർക്കശ്യമുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ അണികൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയാം, ഈ വി ഡി സതീശനും പിണറായി വിജയനും ചേട്ടനും അനിയനും തന്നെയാണ്. കാരണം ഈ രണ്ടുപേരുടെ അണികൾക്ക് ഈ രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ പിണറായിയുടെ കാര്യത്തിൽ ഒരു വിഭാഗം സഹാക്കളെങ്കിലും അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വി ഡി സതീശനെ എതിർത്ത് സംസാരിക്കാൻ ആരുമില്ല. കാരണം അവർക്കെല്ലാവർക്കും ഭയമാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയവർ അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിക്കാൻ കോൺഗ്രസ് പാർട്ടിയിലോ കോൺഗ്രസിൻ്റെ MLA-മാരായിട്ട് ജയിച്ചു വന്നവർക്ക് തൻ്റെ ഇടമില്ല, അല്ലെങ്കിൽ നട്ടലിന് ആംബിയറില്ല. അതാണ് ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും അണികളും രഹസ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് മടുത്തു, ഇത് വൻ തോൽവിയായിട്ട് ഈ ഭരണം മാറുമെന്ന്. ദയവ് ചെയ്ത് നിങ്ങളെ ധാരാളം പ്രതീക്ഷകളാണ് ഈ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലേക്ക് ഏറ്റിയത്. അവരുടെ പ്രതീക്ഷയ്ക്ക് യാതൊരു തരത്തിലുള്ള വിഘ്നങ്ങളും ഉണ്ടാക്കരുത്. ഇതൊരു അപേക്ഷയാണ്.